1 2 3 മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നു രാവ് മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതാര് മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നു രാവ്. ആ നിർത്ത് മതി 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 മതി. ഇനി ഇത് കുടിച്ചിട്ട് മതി റിഹേഴ്സൽ. ഇന്ന് ദേവന് ഇതെനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ബോസിനെ വിശുദ്ധ ബോസ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. എന്റെ പൊന്നോ വേണ്ട, ഈ ആത്മാർത്ഥം നീ ആ തെറ്റിക്കണ സാധനത്തെ കാണിച്ചാ മതി. എന്നാലും ബോസിന് ആത്മാർത്ഥയില്ലെന്ന് പറയാൻ പറ്റും. അത് പറ്റില്ല. ഒന്നുമില്ല, ഒരു മുൻകരുതല്. നീയൊക്കെ ചായ സോഡയും കുടിക്കാൻ പോയിട്ടെ 1 മണിക്കൂർ കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. ബോസേ, അത് ഈ മണിച്ചേട്ടനെ പേടിച്ചിട്ടാ. ദേവ കണ്ടിന്യൂ. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിയത് പറഞ്ഞാടി അല്ലിപ്പൂതാരം കാറ്റിലഞ്ഞു ആമ്പലം അലിഞ്ഞാടുമ്പോൾ തൂളിപ്പോയി പൊന്നുമണി, ഇത് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തരണ്ടേ? എടി, ഇത് വരുന്നതിനും പോകുന്നതിനും മുമ്പ് സിഗ്നൽ ഇതെന്താ ജയന്തി ജനത എന്ന് വിചാരിച്ച കംപ്ലീറ്റ് താളം. ദൈവമേ, ദേവന്റെ ബോധം പോയാ? മണിയെ, ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് കാര്യം? നമ്മളെ സുലൈമാൻകാരുടെ ടയർ വീട്ടിൽ ഒരു ബംഗാളി ഉണ്ട്. ഓന്റെ ബാപ്പ ബംഗാളിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളാ. നാളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ ചില മരുന്നുകളൊക്കെ കൊണ്ടു കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കും പ്ലീസ്. നീ പറയണ സത്യമാണോ? ആന്നേ. എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ നീ എന്റെ കൂടെ വരുമോ? നീ ഹിന്ദി അറിയാൻ പറ്റില്ല. ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയാം. നീയെ കൂടി അവന്റെ ഹിന്ദി കുഴപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നനിയ, ഇതുകൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നല്ല, ഈ ബാൻഡ് തന്നെ ഞാൻ പിരിച്ചുവിടും. നിന്നിരിക്കും, ഉറപ്പാണ്. ഇതുവരെ പരിപാടിക്ക് അവൻ കറക്റ്റ് അടിച്ചിട്ടില്ല. അതെ, പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലി പൊക്കോ. മണിയാ, ഒരു യാത്ര പോണല്ലേ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ. കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ. പോയാക്കരുത് കേട്ടോ, ഇപ്പൊ വരാവേ. ഇതേപോലത്തെ ഒരുത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്നും പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. ആ, നീ കിന്നാനം പറഞ്ഞ് നിക്കണേ. മാവ് ഒഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഇപ്പാരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ഇപ്പത്തെ ഇങ്ങനെ എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്നത്തെ ചെയ്യ. വേണ്ട, ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ. ഇത് മണിക്ക്. അല്ലിതാ, നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാണ്ടല്ലോ, ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണം. എനിക്ക് വേണ്ടെന്നേ. പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ?
നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ എന്താടാ വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പല്ലേ റുക്കിയാത്തോടെ ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തറ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തര സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ. ചെല്ല്. അപ്പൊ ഇന്ദു ഞാനും കൂടി ഇന്ന് പപ്പടം കാച്ചു. പപ്പടങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്താൽ മതി, ഞങ്ങൾ വന്നാൽ ശരിയാവില്ല. ഏട്ടനും കൂടി വാ. വേണ്ട മോളെ, നിങ്ങൾ ചെല്ലും. ആ വാജയ, നമുക്കിവിടെ ഇരിക്കാം. എന്റെ അമ്മോ, കിട്ടിയില്ല സാനടാ. കണ്ണില്ലെങ്കിൽ എന്താ, ബാക്കിയൊക്കെ സൂപ്പറാ. അതെ, പുളിങ്കൊമ്പ എന്തായാലും എന്താ, നമുക്കൊന്ന് മുട്ടിയാലോ? വേണ കുഴപ്പാവോ? എന്ത് കുഴപ്പം? കെട്ടാനൊന്നല്ലല്ലോ, മുട്ട കിട്ടിയാ ഊട്ടി. നിന്നെ ഞാൻ എടുത്തോളാം. അവനെന്നെ അറിയില്ല. വേണ്ട വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞു. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് മീനാക്ഷി ചേച്ചി? സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? പ്രോഗ്രാം ഇല്ലടാ, പട്ടണിയാ. എന്നാ പോയി തണ്ടടാ. ഇതിനൊരു മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക് വേണ്ടി കല്യാണക്കാരെ ആലോചിക്കുന്നുണ്ട്. എന്തിനാ ആലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആര്? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ. താനെ വന്നാ മതി.